Welcome to LPG Live. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എക്സാംസ് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതാണ്, ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സമയം കളയാറുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ചാപ്റ്റർ വൈസ് 1 by 1 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോ സെഷനിൽ ഓരോ ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്നെ ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാക്സിമം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഞാൻ 2015 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഓൾമോസ്റ്റ് 8 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ പഠിക്കുക, എന്നിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു A+ലേക്ക് എത്താൻ പറ്റും. ഈ ഒരു സെഷൻ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെ ചാപ്റ്റർ 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇതിൽ ഒരു അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ സിസ്റ്റംസ് ഉണ്ട്, നമ്പർ കൺവേർഷൻസ് വരുന്നുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡാറ്റ പ്രോസസ്സിംഗ് ടെക്നിക്സ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 2020 അതായത് മാർച്ചിൽ ഓൾമോസ്റ്റ് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായി. എങ്ങനെ പോയാലും 8, 6 ആ റേഞ്ചിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നല്ല ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കൺവേർഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈസിയാണ്, നമുക്ക് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ബേസ് ഓഫ് hexadecimal നമ്പർ സിസ്റ്റം ഇസ്, ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് 2, 8, 10 and 16. ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുക അതിൽ എത്ര നമ്പേഴ്സ് വെച്ചിട്ടാണ് ബാക്കിയുള്ള നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബേസിക്കലി അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ hexadecimal 16 നമ്പേഴ്സ് ഉണ്ട്. അപ്പം ആൻസർ 16. നോക്കുക, വാട്ട് ഇസ് ദ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ മെമ്മറി. ഇതും 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് 2020. നമ്മുടെ ചാപ്റ്ററിൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 4 ഓപ്ഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ 4 ഐറ്റംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആസ്കി, എപ്സിഡിക്, ഇസ്കി, യൂണിക്കോഡ്. 2020 തന്നെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടായിട്ടാണ്. ഇത് ഫസ്റ്റ് പാർട്ട്. അതിൽ 2's കോംപ്ലിമെൻറ്റ്, ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിൽ 2's കോംപ്ലിമെൻറ്റ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാം അതിനെ 8 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം കോംപ്ലിമെൻറ്റിൽ ചെയ്യാനാണെങ്കിൽ. കാരണം ഇത് 6 ഡിജിറ്റ്സ് ഇതിലുള്ളൂ. അപ്പോൾ നമ്മളതിനെ 8 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് 2 0 ഫ്രണ്ടിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് ആദ്യം കണ്ടുപിടിക്കണം. 1's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0സിനെ 1s ആയിട്ടും 1സിനെ 0s ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് ആയി. 1's കോംപ്ലിമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ 1's കോംപ്ലിമെൻറ്റ് കൂടി ഒരു 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടി. പിന്നെ ബൈനറി അഡീഷൻ, സബ്ട്രാക്ഷൻ ബേസിക് തിങ് ആണ്. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. കാരണം 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 0 ഇവിടെ 1. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് സബ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോണത്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്, വൈ, സെഡ് ഫ്രം ദ ഫോളോയിങ്. 3 സബ് പാർട്ട് ഉണ്ട്. അതിൽ നോക്കാം. ബൈനറി നമ്പർ തന്നിട്ട് അതിൻ്റെ ഡെസിമൽ കാണാൻ ആദ്യം പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. ഇത് 0th പൊസിഷനാണ്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഇത് 4th പൊസിഷനാകും. ഞാൻ പറഞ്ഞത് 0th മുതൽ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ നമ്പർ ഇൻറ്റു 2⁴, സെക്കൻഡ് നമ്പർ ഇൻറ്റു 2�3, പ്ലസ് തേർഡ് നമ്പർ ഇൻറ്റു 2⁵, പ്ലസ് ഫോർത്ത് നമ്പർ ഇൻറ്റു 2⁵1, പ്ലസ് ഫിഫ്ത്ത് നമ്പർ ഇൻറ്റു 2�0. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് 0 കൊടുക്കാൻ കാര്യം 0 ഇൻറ്റു എനി നമ്പർ 0. അതുകൊണ്ട് ഈ 2 0 എന്ന സ്ഥലത്ത് 0 തന്നെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 1 ഇൻറ്റു 2⁴ പ്ലസ് 0 പ്ലസ് 2⁵, ഇവിടെയും 0 ആണ് വരുന്നത്. ലാസ്റ്റ് 2�0 ആണ്. 2�0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ കിട്ടി. ഇപ്പോൾ ആദ്യത്തെ ആൻസർ കണ്ടു. രണ്ടാമത്തത് നോക്കുക, ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഒക്ടൽ നമ്പറിനെ നമ്മൾ 3 ബിറ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം 0 മുതൽ 7 വരെയുള്ളതാണ് ഒക്ടൽ നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ 3 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബൈനറിയിൽ 3 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 001 ആണ്, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 000 ആണ്, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111. കറക്റ്റ് ആ നമ്പേഴ്സിൻ്റെ ബൈനറി നമ്മൾ 3 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആയി. കൃത്യമായിട്ട് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക്
നമ്പേഴ്സിനെ ബൈനറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ അറിയണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുക. തേർഡ് വൺ നോക്കുക, ഡെസിമൽ നമ്പറിനെ ഹെക്സാലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഡെസിമൽ നമ്പറിനെ ഹെക്സാലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം, ആ ഡെസിമൽ നമ്പറിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 16 വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവരും. റിമൈൻഡർ ഉള്ളത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എഴുതും. 10 മുതൽ ഹെക്സാഡെസിമൽ നമ്പർ 10 മുതൽ 15 വരെ, 10നെ എ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, 15 ആണെങ്കിൽ എഫ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് അവസാനം 0 1 വരെ നമ്മൾ ചെയ്യും. അപ്പം അവസാനം കിട്ടിയ ആൻസർ നമ്മൾ ഇവിടുന്ന് മുകളിലേക്കാണ് എഴുതുക. അപ്പോൾ 15 എഫ് 15 ആയതുകൊണ്ടാണ് എഫ് 15 എഫ് ഓഫ് 16. അപ്പോൾ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺവേർഷനാണ്. കൺവേർഷൻ എല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്തത് ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾസ് യൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ പറയുന്നത് ബേസ് എന്നാണ്, അല്ലെങ്കിൽ റേഡിക്സ് എന്നും പറയും. ഓക്കെ. അടുത്തത് 2019 ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് നോക്കുക, ലിസ്റ്റ് ഡൗൺ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ബൈ യൂസിങ് എ ഡയഗ്രാം. ഇപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസിയറാണ്. അത് നിങ്ങൾക്കറിയാം. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, പിന്നെ സ്റ്റോറേജ് യൂണിറ്റ്. അതായത് ഡാറ്റ ഇൻസ്ട്രക്ഷൻസ്, അവസാനം ഔട്ട്പുട്ട് യൂണിറ്റിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇതാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. വെരി ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ. അതും ഈസിയാണ് ആക്ച്വലി. ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പഠിക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വെർസറ്റാലിറ്റി, ഹ്യൂജ് മെമ്മറി, ഇത്രയും നമ്മൾ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, കമ്പ്യൂട്ടറിന് IQ ഇല്ല, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ 5 മാർക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ. അടുത്ത് നോക്കുക, റൈറ്റ് ഫുൾ ഫോം ഓഫ് JPEG. നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ഏറ്റവും അധികം മൊബൈൽ ഫോൺസും സ്മാർട്ട് ഫോൺസും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം JPEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചർ ഫയലാണ്. അപ്പോൾ പിക്ചർ തന്നെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ JPEG ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ബട്ട് അതിൻ്റെ ഫുൾ ഫോം നമ്മുടെ ഇതിലുണ്ട്, ജോയിൻറ്റ് പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ്. ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ് 2019. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Explain why computers are considered as best electronic data processing machines. അപ്പം മനുഷ്യനും വേണമെങ്കിൽ ഡാറ്റ പ്രോസസ്സിങ് ചെയ്യാമല്ലോ അല്ലേ. പക്ഷേ എന്തുകൊണ്ട് കമ്പ്യൂട്ടേഴ്സിൻ്റെ ബെസ്റ്റ് എന്ന് പറയാൻ കാര്യം നോക്കാം. കമ്പ്യൂട്ടറിന് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അതിന് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കിട്ടിയ റിസൾട്ടിനെ ഇൻഫർമേഷനായിട്ട് അതിന് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടിട്ടാണ് കമ്പ്യൂട്ടർ ബെസ്റ്റ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് മെഷീൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 2018 മാർച്ചിലെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പൈറ്റ് ഓഫ് ഹൈ സ്പീഡ് ആൻഡ് ആക്യുറസി, കമ്പ്യൂട്ടേഴ്സ് ആർ സെറ്റ് ടു ബി ദ സ്ലേവ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടേഴ്സിനെ സ്ലേവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിമകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം കമ്പ്യൂട്ടേഴ്സിന് സ്വന്തമായിട്ട് ഇൻ്റലിജൻസ് ഇല്ല, കമ്പ്യൂട്ടറിന് തന്നെ തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടേഴ്സ് എപ്പോഴും ഹ്യൂമൻ ബീങ്സിൻ്റെ സ്ലേവ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പ്രോബ്ലം ആണ്. m of 8 is equals to 96 of 10 equals to n of 2. Find m and n. അപ്പം നമുക്ക് കാണാം നടുക്ക് ഡെസിമൽ നമ്പർ മാത്രം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പറും ബൈനറി നമ്പറും നമ്മൾ കാണണം. പിന്നെ കൺവേർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് നോക്കാം. ആദ്യം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പറിനെ ഒക്ടലിലേക്കും ബൈനറിലേക്കും മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്ടലിലേക്ക് മാറ്റാനായിട്ട് ആ ഡെസിമൽ നമ്പർ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ കൃത്യമായിട്ട് ഇവിടെ എഴുതണം. അവസാനം 0 എത്തണ വരെ നമ്മളിത് ചെയ്യും. എന്നിട്ട് മുകളിലേക്ക് എഴുതുന്നു. 140 of 8 ആണ് m. രണ്ടാമത് ബൈനറി നമ്പർ കാണാനാണ്. ബൈനറി ഈ പർട്ടിക്കുലർ 96ൻ്റെ ബൈനറി കാണാനായിട്ട് അതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവസാനം ഞാൻ പറഞ്ഞു റിമൈൻഡർ ഇവിടെ ലാസ്റ്റ് 0 ആവണ വരെ നമ്മളിത് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൻസർ കിട്ടും. അപ്പോൾ എമ്മും കിട്ടി, എന്നും കിട്ടി. ഫൈൻ. ജൂലൈ ഇംപ്രൂവ്മെൻറ്റ് 2008 1 മാർക്ക് ക്വസ്റ്റ്യൻ. പ്രോസസ് ഡാറ്റ ഇസ് കോൾഡ് ഡാഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആക്ച്വലി ഇത് വളരെയധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റനെ പ്രോസസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻഫർമേഷൻ അല്ലേ. ഓക്കെ. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. DA of 16 is equals to. അപ്പോൾ നമ്മൾ ഹെക്സാഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഫസ്റ്റത്തേൽ. രണ്ടാമത്തേൽ ഡെസിമലിനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം. നോക്കുക. നമുക്കറിയാം ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ 13ഉം ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ 10ഉം ആണ് ഡെസിമലിൽ. ആ 13ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി 1101 ആണ്. 10ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി 1010.
ഇത് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ നമുക്ക് കിട്ടും. അതിന് വെറുതെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമുക്ക് ആയി. സെക്കൻഡ് വൺ നോക്കുക, ഡെസിമലാണ്. ഡെസിമലിനെ നമുക്ക് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്നുമില്ല, ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8 നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് സംഭവം കിട്ടും. സോ ഫസ്റ്റിൻ്റെ സെക്കൻഡിൻ്റെ ആൻസർ ആയി. Represent -35 in the following forms. Hint, use 8-bit form. Sign and magnitude, 1's complement, 2's complement. 1's complement, 2's complement മിക്കവാറും ഒന്നിടവിട്ടെങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സംഭവം വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല, നമുക്ക് നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബൈനറി 35യുടെ ബൈനറി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് 35യുടെ ബൈനറി കണ്ടുപിടിക്കാം. പക്ഷേ ഈ ബൈനറി നമ്പർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 + 2 6 ബിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഹിൻഡ് നമുക്ക് തന്നെ 8 ബിറ്റ് ആക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 8 ബിറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലേക്ക് 2 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 2 0 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് 8 ബിറ്റ് ആയി. പിന്നെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ -35 ആണ് ഉദ്ദേശിക്കുന്നത്. -35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ 1 ആക്കി കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുക ദാറ്റ് ഇസ് എ നെഗറ്റീവ് നമ്പർ. നമ്മൾ -35 ആയതുകൊണ്ട് ആദ്യത്തെ നമ്പറിനെ 1 ആക്കി കൊടുത്തു. സോ അതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം. അപ്പം ഇതിൽ 1 എന്നുള്ളത് സൈനിനെയും ബാക്കി 0 മുതലുള്ളത് മാഗ്നിറ്റ്യൂഡിനെയും ആണ് ഉദ്ദേശിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, 1's കോംപ്ലിമെന്റ്. 1's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ബിറ്റിൽ കിട്ടിയ നമ്പറിനെ 0സിനെ 1സിലേക്കും 1സിനെ 0സിലേക്കും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പറിനെ 1's കോംപ്ലിമെന്റ് ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ 2's കോംപ്ലിമെന്റ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഈ ഒരു പർട്ടിക്കുലർ 1's കോംപ്ലിമെന്റിന് കൂടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 2's കോംപ്ലിമെന്റ് ആയി. ഫൈൻ. അടുത്തത് നോക്കുക, പ്രോസസ് ഡാറ്റ. നമ്മൾ നേരത്തെ കണ്ട സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് വളരെ വർഷങ്ങളിൽ 13, 16, 17, 18 അങ്ങനെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത് വീണ്ടും ഇട്ടത്. അപ്പം ശ്രദ്ധിക്കുക, പ്രോസസ് ഡാറ്റ ഇസ് നോൺ ആസ് നമുക്കറിയാം ഇൻഫർമേഷൻ. വീണ്ടും കൺവേർഷൻ ആണ്. 2017 ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് 1010.11 ഓഫ് 2, അതായത് ഈ ബൈനറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. പക്ഷേ ബൈനറിയിൽ ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഡെസിമൽ പോയിന്റ് ബൈനറിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള 1010 ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ഭാഗത്തിനെ മാത്രം നമ്മൾ സാധാരണ രീതിയിൽ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0, 1, 2, 3 0th പൊസിഷനിൽ തുടങ്ങും, ലാസ്റ്റ് നമ്പർ 3. അപ്പോൾ അത് 1 × 2⁵3 + 0 × 2⁵2 + 1 × 2⁵1 ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതും. എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ 0 ഉള്ളതൊക്കെ 0 ആയിക്കോളും, ബാക്കി നമ്മൾ ആഡ് ചെയ്യും. നമുക്ക് 1010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.11ൻ്റെ ഇത് കാണണം. അപ്പം 0.11 ഓഫ് 2 കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിം മെത്തേഡ് ആണ്, പക്ഷേ 2⁵0 വരെ ഓൾറെഡി നമ്മൾ ചെയ്തു. ഇനി നെഗറ്റീവ് പോയിന്റ് മുതൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 × 2⁻1 + 1 × 2⁻2 അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പം നമുക്കത് കിട്ടണത് 0.11 ഓഫ് 2യുടെ ഡെസിമൽ നമുക്ക് കിട്ടിയേക്കുന്നത് 0.75 ഓഫ് 10 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഡെസിമൽ കിട്ടി. ഇനി മിസ്സിംഗ് ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതിൽ നോക്കിയേ, ബി പാർട്ടിൽ ഹെക്സാഡെസിമൽ നമ്പറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കേസ് ഉണ്ട്. 8 കഴിഞ്ഞാൽ 9 വരുന്നതിന് വരെ എ കൊടുത്തു, എ കഴിഞ്ഞാൽ ബി വരുന്നതിന് വരെ സി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡി വരുന്നതിന് വരെ അടുത്ത ടേം എന്തായിരിക്കും? ഇ ആയിരിക്കണമല്ലോ. അപ്പോൾ 1 E 16 ആണ് ഉള്ളത്. അപ്പോൾ ഇ കഴിഞ്ഞാൽ പിന്നെ എഫ് ആണ് അല്ലേ? പക്ഷേ എഫ് വരെ നമ്മുടെ എന്തിലുള്ളൂ? ഹെക്സാഡെസിമലിലുള്ളൂ. അപ്പോൾ 1F കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുക 20 നോക്കുക. മിസ്സിംഗ് ടേംസ് ആദ്യത്തെ 1 E 16 രണ്ടാമത്തത് 2016 ആണ്. ഹെക്സാഡെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും പോവുക. 1A 1B 1C 1D 1E 1F കഴിഞ്ഞാൽ പിന്നെ 20 തുടങ്ങുക. അപ്പോൾ ഇതാണ് മിസ്സിംഗ് ടേംസ്. ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒക്ടല്, ഹെക്സാഡെസിമൽ, ഡെസിമൽ അത് നമുക്ക് കണ്ടുപിടിക്കണം. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളത് എഴുതി. നമുക്കറിയാം ഒക്ടലിനൊരു പ്രത്യേകത ഉണ്ട്. 3 നമ്പേഴ്സിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ ഒക്ടൽ കണ്ടുപിടിക്കുക. 0, 1, 1 എന്ന് പറഞ്ഞ ഒരു ഒക്ടൽ നമ്പറാണ്. പിന്നെ ഇവിടെ 1, 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫ്രണ്ടിൽ 0 ഇട്ട് തന്നെ സെയിം തന്നെ അല്ലേ? അപ്പോൾ 0, 1, 1 0, 1, 1 0, 1, 1 എന്ന് പറഞ്ഞാൽ ഒക്ടലിൽ 3 ആണ്. അപ്പോൾ 3 of 8 വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ കേസ് നോക്കുക, ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ 4 ബിറ്റ്സ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ ആകെ 5 ബിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ബാക്കി അതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ 3 0 ഇട്ട് കൊടുത്തു. നിങ്ങൾക്കറിയാം 0 ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 2 ഹെക്സാഡെസിമൽ നമ്പറായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. 1011 എന്ന് പറഞ്ഞാൽ ബി ആണ്, 0001 എന്ന് പറഞ്ഞാൽ 1 ആണ് ഹെക്സാഡെസിമലിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1B of 16 ആയി.
ഇനി മൂന്നാമത്തെ ഉള്ളത് അതിൻ്റെ ഡെസിമൽ കണ്ടുപിടിക്കാനാണ്. ഡെസിമൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഓൾറെഡി ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് 0, 1, 2, 3, 4 വരെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2⁴, 2⁵, 2⁵, 2⁵, 2⁵, 0 ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടും. മൂന്നിൻ്റെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ആയി. 3 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, നെയിം ദ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ കോഡിംഗ് സ്കീം ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ക്യാരക്ടർ കോഡിംഗ് സ്കീം ഉണ്ട്, അതിന് നമ്മൾ പറയുക ISKI എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. മാർച്ചിലെ തന്നെ 2015 2 മാർക്ക് ക്വസ്റ്റ്യൻ റെപ്രസെൻറ്റ് -83 ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 83നെ ബൈനറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ 83നെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. 37 ബിറ്റ്സേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 0 കൂടി അതിൻ്റെ ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്ത് അതിന് നമ്മൾ 8 ബിറ്റ് ആക്കും. ഇപ്പോൾ നമുക്ക് 8 ബിറ്റ് ഫോം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആണ്. -83യുടെ വൺസ് കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ 83 വേണ്ടത്. -83യുടെ വൺസ് കോംപ്ലിമെൻ്റ് വേണമെങ്കിൽ ചുമ്മാ ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുക, അതായത് സീറോസിനെ വൺസും വൺസിനെ സീറോസും ആക്കി കഴിഞ്ഞാൽ -83യുടെ വൺസ് കോംപ്ലിമെൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇതാണ് ആൻസർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2015 ഇംപ്രൂവ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഹെക്സാഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം എങ്ങനെയെന്ന് നോക്കുക. ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഹെക്സാഡെസിമലിൻ്റെ ബൈനറി എഴുതി, 2യുടെ ബൈനറി എഴുതി, ഡിയുടെ ബൈനറി എഴുതി, എന്നിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് എഴുതി. അപ്പം നമുക്ക് ബൈനറി നമ്പർ കിട്ടി. ഇനി ഒക്ടലിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി 12 നമ്പേഴ്സ് ഉണ്ട്. ഒക്ടലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ആക്കുക. കാരണം ഒക്ടൽ 8 വരെ ഉള്ളൂ. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒക്ടൽ കണ്ടുപിടിക്കാം. നോക്കുക, നമ്മൾ 3 നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ആക്കി. ആ സെയിം നമ്പറിനെ തന്നെയാണ് 3 നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ആക്കി വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ എഴുതി. 1015 ആണ്, 000 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒക്ടൽ നമ്പർ കിട്ടി. വളരെ ഈസി സംഭവമാണ്. നമ്മളിത് പഠിക്കാതിരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് വരുള്ളൂ. ആ കൺവേർഷൻ അറിയാമെന്നാണെങ്കിൽ ഭയങ്കര ഈസി സംഭവമാണിത്. അടുത്ത് നോക്കുക, ഡാറ്റ പ്രോസസിംഗ് റെഫേഴ്സ് ടു ദ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ഡാറ്റ പ്രോസസിംഗ് സ്റ്റേജസ് ആണ് ചോദിച്ചേക്കുന്നത്. 3 മാർക്സ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ക്യാപ്ചറിങ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇങ്ങനെ 6 സെക്ഷൻസ് ആണ് ഡാറ്റ പ്രോസസിംഗ് സ്റ്റേജസ്. ചിലപ്പോഴൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് 5 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ? ഒന്നും കൂടിയൊക്കെ എടുത്ത് നോക്കാം കേട്ടോ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി എടുത്ത് നോക്കാം. സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൗട്ട്സ് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു.